അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബേബിച്ച ഞാൻ പുതിയൊരു ട്യൂൺ ഇട്ടിട്ടുണ്ട് അതിൻ്റെ അനുപല്ലവിക്ക് വേണ്ടി. ഉടനെ ഞാൻ പറയാം, അതേ ഫോണിൽ കൂടെ പറയാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ടൻ 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 അപ്പം ഞാനിത് അപ്പം എന്തെഴുതും. അപ്പോൾ എനിക്ക് തോന്നി ഇത് എഴുതുമ്പോൾ ബിബ്ലിക്കായിരിക്കണം, കാരണം ഭക്തിഗാനമാണ്, ക്രിസ്ത്യ ഭക്തിഗാനമാണല്ലോ, ബിബ്ലിക്കായിരിക്കണം. എന്നാൽ അതിനുള്ളിൽ ഒരു ഡെപ്ത് സന്ദേശം ഉണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് എഴുതി ഒരു ഈ ബൈബിളിലെ പഴയ നിയമം എന്ന് പറയുന്ന ഒരു തലമുണ്ട്. അപ്പോൾ അതിലെ ഒരു ചരിത്രം, ഇസ്രായേൽ ജനതയെ നയിക്കുന്ന ഒരു ദൈവം നയിക്കുന്ന ഒരു പോർഷൻ. അത് അങ്ങനെ ചെങ്കടലിൽ നീയെന്നു പാത തെളിച്ചു, മരുവിൽ മക്കൾക്ക് മന്ന പൊഴിച്ചു എന്ന് അത് കുറിച്ചു. അപ്പോൾ ഈ ചെങ്കടൽ പാത തെളിക്കുന്ന ബിബ്ലിക്കൽ അനുഭവം മാത്രമല്ല, ഏത് ചെങ്കടലിലും ഒരു മനുഷ്യന് ദൈവത്തിൽ ആശ്രയിച്ചാൽ അവൻ്റെ മുൻപിൽ പാത തെളിയും എന്നുള്ളൊരു പ്രത്യാശയുടെ സന്ദേശം കൂടി അതിനകത്ത് കണക്ട് ചെയ്തു. അങ്ങനെ ആ പാട്ട് എഴുതപ്പെട്ടു. പിന്നെ മർക്കോസ് ചേട്ടൻ അത് പാടി, ഇവിടെ വെച്ചാൽ പാടിയത്, ഈ അതായത് റിയൻ സ്റ്റുഡിയോയിൽ. അപ്പം എടുക്കുമ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്നു അനേകം പേര്. അപ്പോൾ അടുത്ത ക്യാബിനിലൊക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നവർക്ക് ഓടി വന്നു. ഇതിൻ്റെ ഒരു വൈബ് ഇങ്ങനെ എന്തോ ഒരു എനർജറ്റിക് ഫീല്. മാർക്കോസ് ചേട്ടൻ അങ്ങ് പാടി കഴിഞ്ഞപ്പോഴേക്കും കൺസോൾ റൂമിൽ എല്ലായിടത്തും ആൾക്കാർ വന്നിരുന്ന് പറഞ്ഞു, മാർക്കോസ് ചേട്ടാ ഇത് നല്ല പാട്ടാണല്ലോ എന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞങ്ങൾക്കത് ഒരു പ്ലസ് പോയിൻ്റായിട്ട് തോന്നി. ഏതായാലും ദൈവം അത് അക്ഷരാർത്ഥത്തിൽ ജനകോടികൾ ഏറ്റുപാടുന്ന തലത്തിലേക്ക് ആ ഗാനത്തെ മാറ്റുകയായിരുന്നു.